നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം NDTV സംഘടിപ്പിച്ച ഇൻഫ്രാശക്തി അവാർഡ്സ് വേദിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ പ്രധാനം രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള ചില പൈലറ്റ് പ്രോജക്റ്റുകളാണ്. അത്തരത്തിലൊന്നാണ് നാഗ്പൂരിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന 132 സീറ്റുകളുള്ള ട്രോളി ബസ്സുകൾ. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. പൊതുഗതാഗതത്തിന്റെ ചെലവ് കുറയ്ക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന നയം. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കേണ്ടതായി ഉണ്ട്. NDTV ഇൻഫ്രാശക്തി അവാർഡ്സിൽ ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകളാണ് ഇവ. ഇതിന്റെ ഭാഗമായി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്നോണം ശ്രീ നിതിൻ ഗഡ്കരിയുടെ സ്വന്തം തട്ടകമായ നാഗ്പൂരിൽ തന്നെ 132 സീറ്റുകൾ വരുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 49 കിലോമീറ്റർ റിംഗ് റോഡിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ ബസ് ഓടിക്കുക. ഓരോ 40 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴും ഈ ബസ് 40 സെക്കൻഡ് നേരം ചാർജിങ്ങിനായി നിർത്തിയിടും. ഇത്തരത്തിലൊരു ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ 1 കിലോമീറ്ററിന് 40 രൂപയിൽ താഴെയായിരിക്കും ചെലവ്. വിമാനത്തിനേതിന് സമാനമായ അത്യാധുനിക സൗകര്യങ്ങൾ അടങ്ങിയതായിരിക്കും ഈ ബസ്. അതുപോലെ തന്നെ യാത്രക്കാർക്ക് ആഹാരങ്ങളും പാനീയങ്ങളും മറ്റും വിതരണം ചെയ്യാൻ ബസ്സിൽ ബസ് ഹോസ്റ്റസ്മാരും ഉണ്ടാകും. ശ്രീ നിതിൻ ഗഡ്കരിക്ക് ഇത്തരത്തിലുള്ള ഒരു ആശയം ലഭിച്ചത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നാണ്. അവിടെ സന്ദർശനം നടത്തിയ വേളയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ട്രോളി ഇലക്ട്രിക് ബസ്സുകൾ കണ്ടത്. ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് ടാറ്റയുടെ സഹായത്തോടെയാണ്. നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് എണ്ണ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാക്കുക എന്നതാണ് നിതിൻ ഗഡ്കരിയുടെ ലക്ഷ്യം. ഇതിന്റെ ആദ്യ പടിയെന്നോണം ഇന്ത്യൻ ഓയിൽ 300 എഥനോൾ പമ്പുകളാണ് രാജ്യത്തുടനീളം ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത വർഷമാവുമ്പോഴേക്കും ഏകദേശം 1 ലക്ഷം ലിറ്റർ എഥനോൾ ഇന്ത്യൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. എഥനോൾ ഇന്ധനമായി ഓടുന്ന പല ഹൈബ്രിഡ് വാഹനങ്ങളും രാജ്യത്ത് ഇതിനോടകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ അടുത്ത ഘട്ടം എന്നോണം ബയോഫ്യൂവലിൽ പ്രവർത്തിക്കുന്ന JCBയും ട്രാക്ടറുകളും ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ബയോഫ്യൂവലുകളുടെ ഉപയോഗം രാജ്യത്ത് മലിനീകരണം കുറയ്ക്കും എന്ന് മാത്രമല്ല കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ലഡാക്ക് പോലെയുള്ള മേഖലകളിൽ ഫണിക്കുലാർ ട്രെയിനുകളും കൊണ്ടുവരാൻ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. മലമുകളിലെ ഒരു ഗതാഗത സംവിധാനമാണ് ഫണിക്കുലാർ റെയിൽവേസ്. ഇതും ഒരു യൂറോപ്യൻ ആശയമാണ്. അടുത്തതായി ഇദ്ദേഹം പറഞ്ഞത് GPS മുഖേനയുള്ള ടോൾ കളക്ഷനെ കുറിച്ചാണ്. വരുന്ന 3 മാസത്തിനകം തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്നോണം രാജ്യത്ത് 5000 കിലോമീറ്റർ ദൂരം GPS മുഖേനയായിരിക്കും ടോൾ കളക്ട് ചെയ്യുക. ഭാവിയിൽ ഇത് രാജ്യത്തുടനീളം ഇത് നടപ്പാക്കും. അങ്ങനെ വരുമ്പോൾ ഓടുന്ന ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതിയാകും. ഇങ്ങനെയൊക്കെ ഇരിക്കെ NH66-ലുടനീളം എന്തിനാണ് ടോൾ പ്ലാസകൾ പുതിയതായി പണിയുന്നത് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. നമ്മുടെ രാജ്യം കൂടുതൽ പുരോഗതി കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.